ചോദ്യം നമ്പർ 32 ശ്രീ GS ജയലാൽ, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ. സർ, ഉണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര തലത്തിലുള്ള വളർച്ച. ലോകവ്യാപാരത്തിൻ്റെ വലിയ ഒരു ശതമാനം നടക്കുന്ന സമുദ്രമാർഗമാണ്. ആഗോളതലത്തിൽ മാരിടൈം മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മെഗാ കപ്പലുകളുടെ കാലം. 20,000-ലധികം കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള ഭീമൻ കപ്പലുകൾ, അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് ഇന്ന് വ്യാപകമാണ്. ഡിജിറ്റലൈസേഷൻ, സ്മാർട്ട് പോർട്ടുകൾ, ഓട്ടോമേഷൻ, ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ എന്നിവ വഴി ചരക്ക് നീക്കം വേഗത്തിലാകുന്നു. ഗ്രീൻ ഷിപ്പിംഗ്, പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടക്കുന്നു. ദേശീയ തലത്തിലുള്ള മാറ്റങ്ങൾ. ഇന്ത്യയെ ഒരു ആഗോള മാരിടൈം ശക്തിയായി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാണ്. സാഗർമാല പദ്ധതി, തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, കണക്ടിവിറ്റി വർദ്ധിപ്പിക്കൽ എന്നിവയുടെ ഇന്ത്യയുടെ തീരദേശ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. മാരിടൈം അമൃതകാൽ വിഷൻ 2047. അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച 5 മാരിടൈം രാജ്യങ്ങൾ ഒന്നാക്കി മാറ്റുകയാണ് ലക്ഷ്യം. 3, അനുബന്ധ മേഖലകളുടെ വികാസം. തുറമുഖം എന്നത് കേവലം കപ്പലുകൾ വരാനുള്ള ഇടം മാത്രമല്ല, മറിച്ചൊരു വലിയ സാമ്പത്തിക കേന്ദ്രമാണ്. ലോജിസ്റ്റിക് ആൻഡ് വെയർഹൗസിംഗ്, ബങ്കറിംഗ്, ക്രൂ ചേഞ്ച്. ചുരുക്കത്തിൽ ലോകം ഒരു ബ്ലൂ ഇക്കോണമി അഥവാ സമുദ്ര കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. 2024 ഡിസംബർ പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ദേശീയ അന്താരാഷ്ട്ര മാരിടൈം മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. വിഴിഞ്ഞം ശ്രീ GS ജയലാൽ. സർ, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ മാരിടൈം മേഖലയിലെ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗവൺമെൻറ് അഭിനന്ദിക്കുകയാണ് സർ. സർ, കോവളം, വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾ ബന്ധിപ്പിച്ച് കേന്ദ്രീകൃത ചരക്ക് ഗതാഗതത്തിന് രൂപം നൽകുന്നുള്ള പ്രപ്പോസൽ പരിഗണനയിലുണ്ടോ സർ? അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വരുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് വലിയ സാധ്യത ഉണ്ടാകുമെന്നാണ് സർ. അത് കണക്കിലെടുത്ത് ഒരു പുതിയ ലോജിസ്റ്റിക് പാർക്ക് നയം രൂപീകരിക്കുന്നുണ്ട്. മിനിസ്റ്റർ. ഇതിനോടകം തന്നെ അത്തരം കാര്യങ്ങൾ നടപടി സ്വീകരിച്ചു തുടങ്ങി. ഭൂമി ഇൻഫ്ര ഏറ്റെടുത്തു തുടങ്ങി. അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര താലൂക്കിലും കട്ടാക്കട താലൂക്കിലും ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലും അതോടൊപ്പം തന്നെ കണ്ട് ആദ്യ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ശ്രീ VR സുനിൽകുമാർ. സർ, സംസ്ഥാനത്തെ പ്രധാന തീരദേശ പട്ടണങ്ങളിൽ ഒന്നായ കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം മുതൽ എറണാകുളം വരെ വലിയ ചരക്ക് ബോട്ടുകളും യാത്രാ ബോട്ടുകളും സർവീസ് നടത്തിയിരുന്ന ജലപാത ഇന്ന് വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചരക്ക് നീക്കത്തിനും വിനോദസഞ്ചാരികൾക്കും യാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന കൊടുങ്ങല്ലൂർ ജലപാത വിപുലീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? മിനിസ്റ്റർ. നടപടികൾ സ്വീകരിക്കാൻ ആലോചിച്ചിട്ടുണ്ട് സർ. ശ്രീ മുഹമ്മദ് മോഹസിൻ. സർ, കേരളത്തിൽ ഇപ്പം നമുക്കറിയാം വിഴിഞ്ഞം പോർട്ടും അതുപോലെ തന്നെ ചെറുകിട പോർട്ടുകളുമെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ചെയ്യുന്നു എന്ന് അങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ലോജിസ്റ്റിക്സ് പാർക്കും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു മാരിടൈം ഇന്നൊവേഷൻ ഹബ്ബായിട്ട് കേരളത്തെ മാറ്റുന്നതിനും ഇന്ത്യയിലെ മാരിടൈം ഇന്നൊവേഷൻ ഹബ്ബാക്കി മാറ്റുന്നതിനും ഇപ്പോൾ ആധുനികമായിട്ടുള്ള കുറേ ഗ്രീൻ പോർട്ട്, പരിസ്ഥിതി സൗഹൃദമായ പോർട്ടാക്കുന്നു, സ്മാർട്ട് പോർട്ടുകളായി മാറുന്നുണ്ട്, ഗ്രീൻ ഹൈഡ്രജൻ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ ഈ മേഖലയിൽ ഏറ്റവും സാങ്കേതികമായ കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ AI അതോടൊപ്പം IoT അടക്കമുള്ളത് ലോജിസ്റ്റിക് മേഖലയിൽ കൊണ്ടുവരുന്നതിനും മാരിടൈം സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, പ്രത്യേകിച്ച് മാരിടൈം ഇൻക്യുബേഷൻ സെന്ററുകൾ ആരംഭിച്ചുകൊണ്ട് അത്തരത്തിൽ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനും ഈ മേഖലയിൽ വലിയ വ്യവസായ സാധ്യതകൾ പ്രത്യേകിച്ച് പുതിയ ചെറുപ്പക്കാരായ ആളുകൾക്കൊക്കെ തന്നെ ഇത് ഒരുക്കാനും കഴിയുന്ന രീതിയിലുള്ളൊരു സംവിധാനം ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. പുതിയ വ്യവസായ സാധ്യതകൾക്കുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ CC മുകുന്ദൻ. സാർ, കേരളത്തിൻ്റെ സമുദ്രതീരത്ത് തുറമുഖത്തിനായി പ്രഖ്യാപനം നടത്തിയ മേഖല കേന്ദ്രീകരിച്ച് സമുദ്ര അധിഷ്ഠിതമായ വ്യവസായങ്ങൾ ഉൾപ്പെടെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നതിൽ അഭിപ്രായ രൂപത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ. സ്വീകരിച്ചിട്ടുണ്ട് സാർ. ശ്രീ വിൻസെന്റ്. 2025 മെയ് മാസം 25-ാം തീയതിയാണ് സാർ MSC എൽസ 3 കടലിൽ മുങ്ങിയത്. സാറ് 600ഓളം കണ്ടെയ്നറുകൾ, അതുപോലെ തന്നെ ഡീസലും ബങ്കർ ഓയിലും ഉൾപ്പെടെ
അതിനകത്ത് മുങ്ങിക്കിടക്കുകയാണ്. സാർ, ഇന്ത്യൻ പോർട്ട് ആക്റ്റും ഇന്ത്യൻ മറൈൻ ഷിപ്പിംഗ് ആക്റ്റും അതുപോലെ ഇൻ്റർനാഷണൽ കൺവെൻഷനുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അത് കപ്പലുടമകൾ നീക്കം ചെയ്യേണ്ടതാണ്. ഇതവർ ചെയ്തില്ലെങ്കിൽ സ്റ്റേറ്റ് അതിലിടപെട്ട് അത് നീക്കം ചെയ്യണമെന്നുള്ളതാണ് നിയമം. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് അത് ചെയ്യാതിരിക്കുകയും ആ ചെയ്യാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടുത്തെ പരിസ്ഥിതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ജനങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്കും വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത് നീക്കം ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നടപടികൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിക്കാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഇത്തരം വിഷയങ്ങൾ അന്താരാഷ്ട്ര കപ്പൽശാലയിൽ വരുന്ന കപ്പൽ മുങ്ങുന്ന വിഷയങ്ങളെല്ലാം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് അതിൻ്റെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അത് കൃത്യമായി കേരളം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം നമുക്കുള്ള നഷ്ടം ഈടാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ശ്രീ കെ ആൻസ്ലാൻ. സാർ, എന്തു വന്നാലും ഞങ്ങൾ വിഴിഞ്ഞം പദ്ധതി എതിർക്കും, തടസ്സപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് മുന്നിൽ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കി 2028 പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ചേർത്തുന്ന ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മന്ത്രി അഭിനന്ദിക്കുക. സാർ, എൻ്റെ ചോദ്യം, നെയ്യാറ്റിൻകരയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ ഭാവിയിലെ പ്രവർത്തനങ്ങളിൽ നെയ്യാറ്റിൻകരയെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുമോ? അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? യെസ് മിനിസ്റ്റർ. ഇപ്പം തന്നെ നെയ്യാറ്റിൻകര താലൂക്കിൽ 406 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, പ്രാഥമിക കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ഭാഗം ജില്ലാതലത്തിലുള്ള ആലോചനയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ വലിയ വികസനം വരാൻ ഉള്ള നീക്കങ്ങൾ നടക്കുന്നു. ശ്രീമതി കെ കെ രമ. താങ്ക് യു സാർ. സാർ, വൻകിട തുറമുഖങ്ങൾ നിക്ഷേപ സമാഹരണത്തിലൂടെ മുന്നേറുമ്പോൾ പൗരാണിക വ്യാപാര കവാടമായിരുന്ന വടകര തുറമുഖം പോലുള്ള ചെറു തുറമുഖങ്ങൾ ദൈനംദിന ചെലവുകൾക്ക് പോലും വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് സാർ. സാധാരണക്കാരായ മണൽ തൊഴിലാളികൾ കടലാഴങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾക്കിടയിലൂടെ മുങ്ങിത്തപ്പി വാരുന്ന മണൽ വിൽപ്പനയിലൂടെയാണ് സാർ ഇപ്പോൾ തുറമുഖത്തിൻ്റെ ദൈനംദിന ചെലവുകൾ പോലും വഹിക്കുന്നത്. സാർ, മണൽ വരുന്ന ഈ തൊഴിലാളികൾക്ക് മതിയായ കൂലിയോ അപകട ഇൻഷുറൻസോ ക്ഷേമനിധിയോ ഒരു ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല. സാർ, ഇത് സംബന്ധിച്ച് തൊഴിലാളികളും ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സാർ, ഈ തൊഴിലാളികളുടെ കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് സാർ. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച രൂപത്തിൽ ആ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുകയും മെമ്പറുടെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. താങ്ക് യു സാർ. നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്ട് 10 വർഷക്കാലം ഹൈക്കോടതിയുമായിട്ടുള്ള വ്യവഹാരത്തിൽ അതിൻ്റെ പണി മുടങ്ങി കിടക്കുകയായിരുന്നു. ഇപ്പോൾ കോടതി വിധിയെല്ലാം വന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചു. നമ്മളൊരു ഗ്ലോബൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിരുന്നു അതിൻ്റെ തുടർ നടപടികൾക്കായിട്ടും പണി പൂർത്തീകരിക്കുന്നതിനായിട്ട്. അത് വേഗത്തിലാക്കാൻ വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? നീണ്ടകരയിലെ എത്രയും വേഗം അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താല്പര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടപടികൾ മുന്നോട്ട് നീങ്ങുന്നു. ശ്രീ എ കെ മഷ്റഫ്. ഏറ്റവും കൂടുതൽ കപ്പൽ ജീവനക്കാരുള്ളൊരു പ്രദേശമാണ് മഞ്ചേശ്വരം മണ്ഡലം. അവരെ സീമൻസ് എന്നാണ് വിളിക്കാറുള്ളത്. പരമ്പരാഗതമായി ഒരു കപ്പലിൽ സാധാരണ കിഡ്നാപ്പൊക്കെ നടക്കുമ്പോൾ എൻ്റെ നാട് വല്ലാണ്ട് ടെൻഷൻ അടിക്കാറുണ്ട്. അവിടെ പലപ്പോഴും ഒരു മാരിടൈം അക്കാഡമിയെക്കുറിച്ചുള്ള ആലോചന വർഷങ്ങളായി മഞ്ചേശ്വരത്ത് സ്ഥാപിക്കുന്ന ചർച്ചയും ഞാനടക്കം ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം സഭയിലും മന്ത്രിയെ കണ്ട് സമർപ്പിച്ചതാണ്. അവരുടെ മക്കൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ മുംബൈയെ ഡൽഹി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവർക്ക് അത്തരത്തിലുള്ളൊരു അക്കാദമി അങ്ങയുടെ പരിഗണനയിലുണ്ടോ? ഇപ്പം നമുക്ക് നിലവിലുള്ളത് കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ നീണ്ടകരയിലുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളത്. ഒരു അക്കാദമി ഉൾപ്പെടെ ഭാവിയിൽ ആലോചിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ അത് പരിഗണനയിൽ എടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട പി ജെ ജോസഫ്. സർ, റെയിൽ കണക്ടിവിറ്റി എത്ര കോടി രൂപയാണ് ചിലവാകുന്നത്? എന്നത്തേക്ക് പൂർത്തിയാവും? റെയിൽവേ കണക്ടിവിറ്റി അങ്ങ് ചോദിച്ചത് വിഴിഞ്ഞമായിരിക്കും അല്ലേ? വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതാണോ? ഏതാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ബഹുമാനെ അങ്ങ് സൂചിപ്പിച്ച വിഴിഞ്ഞമാണെന്ന് അല്ല, വിഴിഞ്ഞം അന്താരാഷ്ട്ര റെയിൽ കണക്ടിവിറ്റി 10.27 കിലോമീറ്ററാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന റെയിൽവേ പാത. അതിൽ 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. ഇപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗവൺമെൻറ് അതിനുവേണ്ടി 1482 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 2 വില്ലേജിലെ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് കൊങ്കൺ റെയിൽവേ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീ കെ പ്രേംകുമാർ. പൊതുവിൽ അപ്രധാനവും അപ്രസക്തമെന്ന് കരുതിയ മേഖലയായിരുന്നു കേരളത്തെ സംബന്ധിച്ച് തുറമുഖം. എന്നാൽ ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിൽ
ഗവൺമെൻറ്റും തുറമുഖ വകുപ്പും നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായി വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഭാഗമായി നമുക്ക് മാറാനും ഉയരാനും സാധിച്ചിട്ടുണ്ട്. എങ്കിലും തുറമുഖ വകുപ്പിന് കീഴിലുള്ള നിഷ്ക്രിയ ആസ്തികൾ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ എന്തെല്ലാമാണ് സ്വീകരിച്ചതെന്ന് വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഇപ്പോൾ നിഷ്ക്രിയ ആസ്തികളായിട്ടുള്ള ഭൂമി, കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ചില ബംഗ്ലാവുകൾ, അതെല്ലാം തന്നെ വീണ്ടും നമ്മൾ പുനരുദ്ധരിച്ച് ടെൻഡർ ചെയ്ത് അതെല്ലാം പ്രായോഗികമായി നടപടിക്രമത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. ശ്രീ പി അബ്ദുൽ ഹമീദ്. കേരളത്തിൽ ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾക്ക് ഭാവിയിൽ വലിയ സാധ്യത ഉണ്ടാകുമെന്നത് കണക്കിലെടുത്ത് ബേപ്പൂർ തുറമുഖം, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, നിർമ്മാണം പുരോഗമിച്ചു വരുന്ന ദേശീയപാത എന്നീ സാധ്യതകൾ ഉൾപ്പെടുത്തി മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ ലോജിസ്റ്റിക് പാർക്കുകൾ സ്ഥാപിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതാ പഠനം നടത്തിയിട്ടുണ്ടോ? മിനിസ്റ്റർ. അത് ഭാവിയിൽ ആലോചിക്കുന്നതാണ് സർ. ശ്രീ കെ വി സുമേഷ്. സർ, നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള മലബാർ ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് പോർട്ട് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റായിട്ട് അംഗീകരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരിക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ആ അനുമതി ലഭ്യമായിട്ടുണ്ടോ? അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും? അങ്ങ് സൂചിപ്പിച്ചതുപോലെ അത് നമ്മൾ ചർച്ച ചെയ്ത് കേന്ദ്രത്തിന് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ അംഗീകാരം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അനന്തര നടപടി സ്വീകരിക്കുന്നത്. ശ്രീ ചാണ്ടി ഉമ്മൻ. വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ 6000 കോടിയുടെ അഴിമതിയാണ് അന്ന് ഉന്നയിച്ചത്. പക്ഷെ അതിനുശേഷവും അത് നടപ്പിലാക്കുവാൻ കേരളത്തിൽ വന്ന സർക്കാരുകൾ സാധിച്ചിട്ടുണ്ട്. ഈ വിഴിഞ്ഞം പദ്ധതിയുമായി കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ എന്ന് പൂർത്തിയാകും എന്നുള്ള ചോദ്യമാണ്. മിനിസ്റ്റർ. അതിലിപ്പോൾ താൽക്കാലികമായിട്ടുള്ള അപ്രോച്ച് റോഡ് ഫെബ്രുവരി മാസത്തിൽ തന്നെ കണക്ഷൻ ആവും. കഴിഞ്ഞ ദിവസം അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇനി വരാനുള്ളത് ഫ്ലോർ ലീഫ് ഉൾപ്പെടെയുള്ള റിംഗ് റോഡ് ഉൾപ്പെടെയുള്ള മറ്റ് കണക്ടിവിറ്റിയാണ്. അതിനുവേണ്ടി ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ത്വരിതഗതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്.